സഹോദരങ്ങളെ, ഗൗരവപരമായ ചില ആലോചനകൾ കൂടെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഖുത്ബയോട് ചേർത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ചൈതന്യവത്തായ ഒരു വ്രതമായി നാളത്തെ പ്രഭാതം മുതൽ ഒരുപക്ഷെ നമുക്ക് നോമ്പിനെ സ്വീകരിക്കുവാനായേക്കും. ഒരു ഭാരമായിട്ടല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു കർമ്മവും ഒരു വിശ്വാസി അനുഷ്ഠിക്കേണ്ടത്. ഒരു പ്രയാസത്തിന്റെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ഒരുപക്ഷെ ആരാധനകളിൽ ഒരല്പം ത്യാഗം അനുഭവിക്കേണ്ടി വരുന്ന ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ ആസ്വാദ്യതയോടുകൂടെ നിർവഹിച്ചു എന്നാണ് നബിയുടെ ഹജ്ജ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. തന്റെ മുടികൾ പാറി പറന്ന് അസ്വസ്ഥരായിരിക്കാൻ താളി പോലെയുള്ള എന്തോ കൊഴുത്ത ഒന്ന് തന്റെ തലയിൽ പുരട്ടി മുടികൾ ഒതുക്കി വെച്ച് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തകളുമില്ലാതെ തികച്ചും ഫ്രീ ആയി ഒരു നിലക്കും ആ ഹജ്ജിലേക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സ് കൊടുത്തിട്ടുള്ള ഒരു പ്രയാണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ ദിനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല സഹോദരങ്ങളെ, നമസ്കാരം പോലും ജീവിതത്തിലെ ഏറ്റവും ആസ്വാദകരമായ നിമിഷമായിട്ടാണ് നബി സല്ലല്ലാഹു കണ്ടത്. നബി സല്ലല്ലാഹു പറഞ്ഞതാണത് ഖുർറത്തു ഐനി ഫി സ്വലാ, നമസ്കാരത്തിലാണ് ഞാൻ ഏറ്റവും അധികം ആനന്ദം അനുഭവിക്കുന്നത് എന്ന്. അതുപോലൊരവസ്ഥ നോമ്പിനുമില്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു പറഞ്ഞു, ലിസ്വാഇമി ഫർഹതാനി, നോമ്പ് നോൽക്കുന്നവന് രണ്ട് സന്തോഷമുണ്ടെന്ന്. ഇപ്പൊ രാവിലെ മുതൽ സൂര്യാസ്തമയം വരെ ഒരു നോമ്പ് പൂർത്തിയാക്കുന്നവൻ ആ നോമ്പിന്റെ പൂർത്തീകരണം ഒരു ആസ്വാദനത്തോടെയാണ് അവസാനിപ്പിക്കുന്നത്. സംശയമുള്ളത് ശരിക്കും സ്വർഗത്തിൽ കടന്ന ഒരു സന്തോഷം അത്രല്ലേ? ഒരു സന്തോഷം സ്വർഗത്തിലും ഒരു സന്തോഷം എന്റെ പിതരിക്ക് നോമ്പ് തുറക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ ആ സന്തോഷം എത്രമാത്രം അവർണ്ണനീയമാണെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ തുടങ്ങുന്ന ദിനങ്ങൾ ഇന്നത്തെ ദിനത്തെക്കാളും ആസ്വാദകരമായ ദിനം. സഹോദരങ്ങളെ, അങ്ങനെയാവണം നോമ്പ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞ് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഹാജരുണ്ടെങ്കിൽ നോൽക്കണം. രോഗികളായ ആളുകളും അങ്ങനത്തെ ആളുകൾ മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് വീട്ടണം എന്ന് പറഞ്ഞിട്ട് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കും. നോക്കൂ നിങ്ങൾ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രയാസം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു പോകരുത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു ഒരു പ്രയാസത്തെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് പ്രയാസരഹിതമായി ആസ്വാദനത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ വലിത്തുക്കുമിൽ ഇദ്ദ എണ്ണം പൂർത്തിയാക്കി. എന്നിട്ട് അല്ലാഹു പറയാണ്, ആ എണ്ണത്തിന്റെ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. വലിത്തുക്കബ്ബിറുൽ ഇദ്ദത വലിത്തുക്കുമിൽ ഇദ്ദത വലിതുക്കബ്ബിറുല്ലാഹ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്ന റമളാൻ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കി ജീവിതത്തിന്റെ സന്തോഷകരമായ പെരുന്നാൾ ദിനമാണ് നോമ്പിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു പ്രയാസം ഒരു ഭാരം നമുക്ക് മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. അതില്ലാതെ തന്നെ നോൽക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആസ്വാദകരമായൊരു നോമ്പാകാൻ എന്ത് വേണം? നിസ്കരിക്കാത്തൊരുത്തും നോമ്പ് നോറ്റ ആസ്വാദനം ഉണ്ടാവും സഹോദരങ്ങൾ. 5 വക്ത് നിസ്കാരം കൃത്യമായി പാലിക്കാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റും. നിസ്കരിക്കാത്തവൻ എന്തിനാ സഹോദരങ്ങളെ നോമ്പ് നോൽക്കുന്നത്? എന്താ ആവശ്യമുള്ളത്? ശരിക്കും മൻ തറക സലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ, അവിശ്വാസി. ഇപ്പൊ നിസ്കരിക്കാത്ത ഒരുത്തിന് തന്റെ മനസാക്ഷിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ പറ്റും. ശിർക്കുള്ള ഒരുത്തിന് പറ്റും സഹോദരങ്ങളെ. കൈമയും കാലുമൊക്കെ കേരസും ഉറുക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റും. അയാൾ ആരാധന വിശ്വാസങ്ങളിലും ഒക്കെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, അള്ളാഹുവിൽ നിന്ന് മാത്രം നന്മകളും തിന്മകളും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ? ആ അവിശ്വാസത്താൽ മലിനമായ ഒരു മനസ്സിൽ ആസ്വാദകരമായ ഒരു ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിർവഹിക്കാൻ എങ്ങനെ പറ്റുക? എല്ലാതും ശരി. അതേപോലെ തന്നെ തിന്മകൾ കുറഞ്ഞ ദിനങ്ങൾ അങ്ങനെയാണ്. ഇന്നത്തെ ദിവസം അടക്കം സഹോദരങ്ങളെ, തിന്മകളെ കൊണ്ടും പാപങ്ങളെ കൊണ്ടും നമ്മുടെ വീടും മനസ്സും മലിനമാണെങ്കിൽ തിന്മകളിൽ നിന്ന് മുക്തമായ ഒരവസ്ഥ നോക്കൂ നിങ്ങൾ. ഓട്ടോറിക്ഷ വിളിച്ചായി കയറിയാൽ ചെകിടടപ്പിക്കുന്ന മ്യൂസിക്കാണ് ഏത് സമയത്തും എവിടെയും. നമ്മുടെ വീടിന്റെ ടിവികളിൽ എന്നും അശ്ലീലങ്ങളാണ് വരുന്നത്. ഒരു 10 മിനിറ്റ് വാർത്ത പോലും ഒരു നല്ല ശുദ്ധ മനസ്സോടെ കാണാൻ പറ്റാത്ത തികച്ചും വ്യത്യസ്തമായി. പത്രം രാവിലെ വന്ന് വീണ് ഫസ്റ്റ് പേജിന്റെ ആദ്യത്തെ ചിത്രം കണ്ടാൽ തന്നെ മനസ്സ് മലിനമാകും. അതാണ് ഇന്നത്തെ അന്തരീക്ഷം. അവിടെയാണ് സഹോദരങ്ങളെ നാം നാളെ നോമ്പ് തുടങ്ങാൻ പോകുന്നത്. ഏത് നോമ്പ്? കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല നമർ, ദാഹവും വിശപ്പും മാത്രം ബാക്കിയാക്കുന്ന എത്രയെത്ര നോമ്പുകാരുണ്ട് എന്ന്. നോമ്പിന് എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റും? തെറ്റുകൾ കുറഞ്ഞു എന്ന് നാളെ തോന്നുന്നില്ലെങ്കിൽ ഈ നോമ്പിലൊരു രുചിയും ഉണ്ടാവില്ല സഹോദരങ്ങൾ. പാപങ്ങൾ കുറഞ്ഞ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അന്യനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇന്നീല സ്വായി, എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞ് നാളെ മുതൽ ഒഴിഞ്ഞു മാറുന്ന, തെറ്റിന്റെ വാക്കുകളും റീബത്തുകളും നമീമത്തുകളും കേൾക്കാത്ത
അവസ്ഥയിൽ സഹോദരങ്ങളിൽ തുടങ്ങണം. വൃത്തിഹീനമായ കാര്യങ്ങൾ സ്ക്രീനുകളിൽ കാണാത്ത, ഹൃദയത്തെ മരവിപ്പിച്ച് കിടത്തുന്ന, തരിപ്പിച്ച് കിടത്തുന്ന വൃത്തികെട്ട ഗാനങ്ങളും മ്യൂസിക്കുകളും ചെവിയിൽ അലക്കാത്ത, വൃത്തികെട്ട കാഴ്ചകൾക്ക് കണ്ണുകൾ തുറക്കാത്ത ആസ്വാദകരമായൊരു നോമ്പ് അതാകണം. ഹറാമുകളായ പണങ്ങൾ സ്വീകരിക്കാത്ത, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഇരിക്കാത്ത, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തആമഹു വശറാബഹു. തുടങ്ങണ്ടാന്നാ പറയുന്നത്. ചീത്ത വാക്കും ചീത്ത പ്രവൃത്തി ഒഴിവാക്കാതെ നാളെ പട്ടിണി കിടക്കുന്ന ഒരു പുതിയ പ്രഭാതത്തെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ വേണ്ടാന്ന്. ഫലൈസ ലില്ലാഹി ഹാജ, പടച്ചോന് വേണ്ട, നിങ്ങളെ നോമ്പ് വേണ്ട, ആ പട്ടിണി പടച്ചോന് വേണ്ടാന്ന്. ലഅല്ലക്കും തത്തക്കും, സൂക്ഷ്മത പാലിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ കുറഞ്ഞ, നമസ്കാരത്തിൽ കൃത്യതയുള്ള, അള്ളാഹുവിനെ മാത്രമുള്ള വിശ്വാസത്തിൽ കലർപ്പില്ലാത്ത ഒരു നോമ്പ്, അതാണ് നാളെ തുടങ്ങേണ്ടത്. എല്ലാം അതിന്റെ ആസ്വസ്ഥത വർദ്ധിപ്പിക്കും. സഹോദരങ്ങളെ, ഭക്ഷണം ഒന്ന് കുറച്ചു നോക്കി. നാളെ മുതൽ ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറഞ്ഞു. എന്റെ അത്താഴം കഴിക്കാതെ നോൽക്കണതാ പടച്ചോന് ഇഷ്ടം, കഴിച്ചു നോൽക്കുന്ന ഇന്ന ഫിസ്സഹൂരി ബർക്കാണ്. അപ്പൊ കഴിക്കണം തന്നെ. അത് കഴിക്കാന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? പണ്ടത്തൊക്കെ വിശ്വാസം തരങ്ങൾ, നാട്ടാചാരങ്ങളും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ഏറ്റുമുട്ടുകയാണ് എല്ലാ കാര്യങ്ങളിലും. പണ്ടത്തെ കാലത്ത് എങ്ങനെ വെച്ചാൽ രാത്രി എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നോമ്പ് തുടങ്ങുന്ന ബാങ്ക് കൊടുക്കുമ്പോഴേക്കും അത് ദഹിച്ചിരിക്കണം എന്നാണ് പഴയ പ്രമാണം. ഇസ്ലാമിന്റെ പ്രമാണം എങ്ങനെ? റസൂലുള്ള അത്തായം കഴിച്ചാൽ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം അത്രേ ഉള്ളൂ. അത് ബർക്കത്താണ്. ബർക്കത്തിൽ കഴിച്ചാൽ മതി. അത് വൈകുന്നേരം വരെ ദഹിപ്പിക്കാൻ വേണ്ടി ഒരു ചുമതല വയറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുറക്കുമ്പോഴേ നോമ്പിന് ആസ്വാദ്യത കൂടും. നോമ്പിന്റെ തുടക്കവും ഒടുക്കവും കണക്കില്ലാത്ത തീറ്റിയിലാകുമ്പോൾ ഷർറുൽ വിആർ, ഏറ്റവും മോശപ്പെട്ട പാത്രം, നിറക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പാത്രം വയർ, അത് രണ്ടു നേരവും നിറച്ച് നോമ്പിന്റെ ആസ്വാദനവും സന്തോഷം എന്തിനു കളയണം സഹോദരങ്ങളെ? ആസ്വാദകരമായ ഒരു നോമ്പ് നമുക്കുണ്ടാവട്ടെ. നോക്ക് നിങ്ങൾ, പടച്ചോനൊരു ആഘോഷം വെച്ചില്ല. പക്ഷെ ബദരീങ്ങൾ ആണ്ട് വന്നത് റമദാനിലാണ് ആൾക്കാർ കൊണ്ടുവന്നത്. സഹോദരങ്ങൾ, ബദരീങ്ങൾ ശ്രേഷ്ഠരാണ്. പക്ഷേ അവരെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കാനോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ഇസ്ലാമിലില്ല. എന്തിനെ കൊടുന്നു? എന്തെങ്കിലുമൊക്കെ തീറ്റകൾ ഉണ്ടാക്കി ഈ നോമ്പിന്റെ ആസ്വാദതയെയും അതിന്റെ വിശ്വാസമായ പരിശുദ്ധിയെയും നശിപ്പിക്കാൻ. പിന്നെ പ്രധാനം എന്താന്ന് വെച്ചാൽ, നോമ്പ് എന്താന്ന് അറിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങൾ അത് ആസ്വാദനത്തോടെ നോൽക്കാൻ പറ്റില്ല. നോമ്പിനെ കുറിച്ച് നമ്മൾ അറിയണം. പടച്ചോൻ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. നിങ്ങളെ മുമ്പുള്ള ഒരു നോട്ട നോമ്പാണ്, നിങ്ങൾക്ക് പ്രയാസം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഒരു പെരുന്നാൾ നടത്തിക്കോളിയും എന്നൊക്കെ പറഞ്ഞ് പടച്ചോൻ നമ്മളെ സമാധാനിപ്പിച്ചത് നമ്മളൊരു നല്ല മനസ്സോടെ ഏറ്റെടുക്കട്ടെ എന്നാണ്. സഹോദരങ്ങൾ, അങ്ങനെയാണ് നാളെ പ്രഭാതത്തിന് അത്തായം ഏറ്റെടുക്കേണ്ടത്. ഇതിന്റെ അഹ്കാമുകൾ ഒന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ, ലളിതമായിട്ട്. എല്ലാം ഒരു ഖുതുബക്ക് ഒതുങ്ങുന്നതല്ലല്ലോ. ഏതായിരുന്നാലും അത് ഇപ്പൊ നീയത്ത്, അത് വലിയ പ്രശ്നമാണ് ആളുകൾക്ക്. അല്ലാഹ് പടച്ചോൻ അഥവാ നീയത്ത് വിട്ടുപോയാൽ നോമ്പ് പോയല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ നീയത്ത് എന്ന് പറഞ്ഞാൽ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ സഹോദരങ്ങൾ, യകൂനു നിയ്യ ബിൽ അസ്മി അല സിയാം, നോമ്പ് നോൽക്കുന്നുള്ള തീരുമാനം. അപ്പോൾ തീരുമാനിച്ചില്ലേ സഹോദരങ്ങളെ? എല്ലാ രാത്രിയും തീരുമാനിച്ചാൽ നല്ലത്. മല്ലം യജ്മഅ ഫിൽ ലൈൽ ഫലാ സിയാമലു. ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുമ്പോൾ നാളെ നോമ്പാൻ തീരുമാനിച്ചു പറയേണ്ട ആവശ്യമില്ല. നാട്ടാചാരത്തിൽ പറയണം എന്നാണ്, ഇടങ്ങേറായി പറയണം. ആ പറയുന്ന വാചകം റസൂലുള്ള പറഞ്ഞോ? ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. ചോദിച്ചുകൊണ്ടു. റസൂലുള്ള ഒരിക്കലും നബൈത്തു സൗമ റമളാൻ എന്ന് പറഞ്ഞൊരു വാചകം പറഞ്ഞില്ല. പിന്നെന്താ പറയുന്നു? സങ്കീർണത വരുത്താൻ, നിയ്യത്തിനെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നോമ്പിനെ കുറിച്ച് എന്റെ ബേജാറ്. സഹോദരങ്ങളെ, ലളിതമാണല്ല. പിന്നെ അള്ളാഹ് പറഞ്ഞു, ഇന്ന ദീന യുസ്ർ, ദീൻ എളുപ്പമാണ്. വലൻ യുശാദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ദീനിലില്ലാത്തതൊക്കെ ചേർത്ത് ദീനിനെ ആരെങ്കിലും സങ്കീർണമാക്കിയാൽ ആ മതം അവനെ തോൽപ്പിക്കും. ഒരുപക്ഷെ പിന്നെ മതമില്ലാത്തവനാവും, ഇല്ലെങ്കിൽ മതത്തിന്റെ ഒരു ഗുണവും കിട്ടാത്തവനായി തീരുന്നതാണ്. അതുകൊണ്ട് വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹർജ്, ഒരു പ്രയാസമില്ല സഹോദരങ്ങളെ. പിന്നെ ആൾക്കാർക്ക് പേടി, അഥവാ ഞാൻ പകൽ സമയത്തൊക്കെ നടന്നു പോകുമ്പോൾ അറിയാതെ വല്ല വെള്ളം കുടിച്ചു പോയാലോ ഭക്ഷണം കഴിച്ചു പോയാലോ? സഹോദരങ്ങളെ, മറക്കാതിരിക്കാൻ ശ്രമിക്കണം. നോമ്പുകാരനാന്ന് ഓർക്കണം, പ്രത്യേകിച്ച് നാളത്തെ തുടക്ക ദിവസം. മൻ നസിയ വഹുവ സ്വായിം. എത്ര വിശാല സഹോദരങ്ങളെ ഇസ്ലാം. നമ്മളെ വളരെ സന്തോഷത്തോടെയും വിശാലതയോടുകൂടിയാണ്. ആരെങ്കിലും നോമ്പിന്റെ സമയത്ത് മറന്നവൻ തിന്നു, അല്ലെങ്കിൽ വക്കല ഔശരിബ കുടിച്ചു, ഫൽയുതിമ്മ സൗമഹു, നോമ്പ് മുറിഞ്ഞു എന്ന് വിചാരിക്കണ്ട, നോമ്പ് പൂർത്തിയാക്കിക്കോൻ. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, പടച്ചോൻ അവനെ തീറ്റിച്ചതാണ്, പടച്ചോൻ അവനെ കുടിപ്പിച്ചതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ പറ്റും, ഫഇന്നമാ ഹുവ റിസ്ഖുൻ സാഖഹുല്ലാഹു ഇലൈഹി വലാ ഖലാ അലൈഹി, പടച്ചോൻ കുറച്ച് ഭക്ഷണം അവന് കൊടുത്താണ്. അതുകൊണ്ട് നോമ്പ് നോറ്റി വിട്ടേണ്ട ആവശ്യമില്ല. അതിന്റെ അർത്ഥം സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര ശ്രദ്ധിച്ചിട്ടും അഥവാ വല്ല വെള്ളവും വല്ല ഭക്ഷണവും കഴിച്ചു പോയാൽ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യാണ്. ബേജാറാകണ്ട, റിലാക്സ് ചെയ്ത് നല്ല സന്തോഷത്തോടെ ഭക്തിയോടെ ചെയ്തോന്ന്. പിന്നെ നമ്മളെ കഴിവിൽ പെടാത്തുണ്ട്. അപ്പൊ ഒന്ന് പകല് കടന്നുറങ്ങി, അപ്പോൾ ഒരു സ്വപ്നസ്കലനം ഉണ്ടായി. സഹോദരങ്ങൾ, നോമ്പ് നഷ്ടപ്പെട്ടു പോകില്ല. പക്ഷെ ജനാപത്തുകാരന്റെ കൂടി അവൻ കുളിക്കണം. പക്ഷെ ഒരിക്കലും അവന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകില്ല. അത് അവന്റെ കഴിവിലും നിയന്ത്രണത്തിലും പെടാത്ത കാര്യമാകും. പിന്നെ നിസ്സാര കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് സംശയമാണ്. ഓരോന്നും പറയാൻ സഹോദരങ്ങളെ, പല്ല് പറിക്കാൻ പറ്റുമെന്നാണ്. പല്ല് പറിച്ചിട്ട് രക്തം വന്നാലോ അതൊന്നും നോമ്പിനെ നഷ്ടപ്പെടുത്തൂല. ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ പകൽ സമയത്ത് അവൻ പല്ല് പറിച്ചു നോമ്പ് പോകില്ല. ഇനി അറിയാതെ നമ്മുടെ ദേഹത്തുനിന്നോ മുറിയുന്നോ രക്തം വന്നാൽ നോമ്പ് പോകില്ല. പിന്നെ കണ്ണിലൊരു തുള്ളി മരുന്നുറ്റിച്ചാലോ ചെവിയിലൊരു തുള്ളി മരുന്നുറ്റിച്ചാലോ ഒന്നും കുഴപ്പമില്ല.
നമ്മുടെ തൊണ്ടയിൽ ചിലപ്പോൾ ആ മരുന്നിന്റെ ചെറിയ രുചി അനുഭവപ്പെട്ടു എന്ന് വരാം, എന്നാലും നമ്മളെ നോമ്പിനെ ബാധിക്കൂല. പിന്നെ പണ്ഡിതന്മാർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടേ ഉള്ളൂ ബാരിഖത്തുൽ ഇസ്തിൻഷാഖ്. നബി പറഞ്ഞു, നോമ്പ് കാലത്ത് നീ മൂക്കിൽ വെള്ളം കെട്ടി ചീറ്റുമ്പോൾ എന്ത് ചെയ്യരുത്, അല്ലാത്ത സമയത്തൊക്കെ നല്ലോണം വലിച്ചു കയറ്റിക്കോ. ഇല്ല അന്തക്കൂന സ്വായിമൻ, നോമ്പുകാരനാണെങ്കിൽ വല്ലാതെ വലിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം പോകുന്നൊരവസ്ഥ. അപ്പോൾ ഒരു തുള്ളി മരുന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളിലേക്ക് നേരെ പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ കണ്ണിൽ ഒറ്റിക്കുന്നതോ അല്ലെങ്കിൽ ചെവിയിൽ ഒറ്റിക്കുന്നതോ നമ്മുടെ തൊണ്ടയിൽ അതിന്റെ ഒരു രുചിഭേദം അനുഭവപ്പെട്ടു എന്ന് നോമ്പിനെ ബാധിക്കില്ല. സൂചി വെക്കാം, പക്ഷേ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാനുള്ള ഒരു പോഷണത്തിന് വേണ്ടി ആവരുത് മാത്രം. അല്ലാത്ത രൂപത്തിൽ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇഞ്ചക്ഷൻ എടുക്കൽ നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെട്ടു പോയി. ഛർദ്ദിച്ചു പോയാലോ നോമ്പിന് മെൻ ദറഅഹുൽ ഖൈഅ ഫലാ ഖളാ അലൈഹി. നബി പറഞ്ഞു, ആരെങ്കിലും ഛർദ്ദിച്ചു പോയാൽ അവനെ നോമ്പ് മുറിയില്ല. എന്നാൽ വമനിസ്തഖാ ഫഅലൈഹിൽ ഖളാ, കൈയിട്ട് ഒരാൾ ഛർദ്ദിച്ചാലോ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. സ്വാഭാവികമായി ഛർദ്ദിച്ചാൽ നോമ്പ് പോകില്ല, പക്ഷെ കൈയിട്ട് ഛർദ്ദിച്ചാൽ അവന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പിന്നെ പുക ശ്വസിക്കുന്ന ആൾക്കാർ, അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിരന്തരമായി പുക ശ്വസിക്കേണ്ടി വരുന്നത്, പുക ശ്വസിക്കുന്നത് ഒരിക്കലും ഒരുത്തന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയില്ല. ചില ആൾക്കാർ പേസ്റ്റ് ഉപയോഗിക്കുന്നതിൽ വിഷമിക്കണം. പേസ്റ്റ് ഉപയോഗിക്കുക, ആ പേസ്റ്റിന്റെ കണങ്ങളോ രുചികളോ ഒന്നും വായിലേക്ക് ഇറങ്ങിപ്പോകാതെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. അവിടെയും പണ്ഡിതന്മാർ കൊടുത്ത ഹദീസ് തന്നെയാണ് വബാലിഗത്തുൽ ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതിരിക്കേണ്ട നോമ്പായി വെച്ചത്. പക്ഷെ അത് അമിതമാവേണ്ട, ഒന്ന് ശ്രദ്ധിച്ചു വേണമെന്നാണ്. ചില ആളുകൾക്ക് ഭയം. അത്തർ, സഹോദരങ്ങൾ, അത്തർ സുന്നത്താണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തർ ഉപയോഗിക്കൽ സുന്നത്താണ്. ആ സുന്നത്തിന് നോമ്പിനെ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യം. അത്തറിന്റെ ഒരു സുഗന്ധം നമുക്ക് കിട്ടിയാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ സഹോദരങ്ങൾ നോമ്പ് നോക്കുക? സങ്കീർണമാക്കിയിരിക്കാൻ നാട്ടഭിപ്രായങ്ങൾ. ഇനിയിപ്പോ പറഞ്ഞു കൊടുത്തതിന് ആളുകൾക്ക് സംശയം, ശരി തന്നെയാണോ ആ പറഞ്ഞത്? ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് പറയില്ല സഹോദരങ്ങളെ. വളരെ കൃത്യതയോടുകൂടി ഇസ്ലാമിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചതിൽ നിന്ന് നോക്കി പകർത്തിക്കൊണ്ടുവന്ന് പറഞ്ഞേരെ മാത്രമേ ചെയ്യണം. ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ നീന്താൻ പറ്റോ, കുളിക്കാൻ പറ്റും. കടലിൽ കുളിക്കാൻ പോയിക്കൊള്ളുന്ന മടന്നു വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തണുത്ത പാത്രത്തിൽ വെള്ളം തലയിൽ ഒഴിക്കും. ആ കുളിച്ചതിന്റെ പേരിൽ നോമ്പിന്റെ ഒരു ക്ഷീണം മാറി വിചാരിച്ചിട്ട് അതിൽ പടച്ചൊരു വിഷമമൊന്നുമില്ല, നമ്മുടെ നോമ്പിനെ അത് ബാധിക്കൂല. പക്ഷെ വെള്ളം അകത്ത് പോകുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കാന്ന് മാത്രം, മനസ്സിലായി. പിന്നെ ചില ആളുകൾ അധികം പല്ല് തേക്കൂല. പല്ല് അധികം തേച്ചാൽ പ്രശ്നമാണ് ആൾക്കാർക്ക് നോമ്പിൽ. ഞാൻ നബിസ്ലാമയെ കുറിച്ച് പറഞ്ഞു കേട്ടോളൂ നിങ്ങൾ. റഅയ്തു റസൂലല്ലാഹി മാ ലാ ഉഹ്സി യതസവ്വഖു വഹുവ സായിം. നബി നോമ്പ് നോൽക്കുന്ന സമയത്ത് പല്ല് തേക്കുന്നതിന് കണക്കുണ്ടായിരുന്നില്ല. നബി പല്ല് തേക്കുന്നതിന് കണക്കുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി അല്ലേ സഹോദരങ്ങൾ നമ്മുടെ മാതൃക. ഇപ്പൊ ചില ആളുകൾ പിന്നെ അതിനെതിരെ തെളിവ് പറഞ്ഞ തെളിവ് കേൾക്കണം നിങ്ങൾക്ക്. അതായത് ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ട്, ലഖലൂഫു ഫമിസ്സായിം അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്ക്. വായിൽ നോമ്പുകാലത്തുണ്ടാകുന്ന ഒരു നാറ്റുണ്ടല്ലോ, ഒരു പിന്നെ വാസനയുടെ വ്യത്യാസം, അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ പരിശുദ്ധമാണെന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. സഹോദരങ്ങളെ, ആ ഹദീസ് പ്രകാരം വായിലൊരു ചെറിയ വാസന നിലനിന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഈ കൂലി നഷ്ടപ്പെട്ടു പോകില്ലെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാന്ന്. ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് വായന്റെതല്ലാണ്. നമ്മുടെ ആമാശയങ്ങൾ കാലിയായി കിടക്കുമ്പോഴും അയിന്നുണ്ടാകുന്ന വാസനകളും നമ്മുടെ വായിലൂടെ പുറത്തു വരാൻ അത്രേ ഉള്ളൂ. അല്ല പല്ലിൽ എന്തെങ്കിലും ഉച്ചിഷ്ടങ്ങൾ വെച്ച് വാസനിപ്പിക്കണമെന്നൊന്നും ഇതില്ല. സഹോദരങ്ങൾ, പരിശുദ്ധിയുടെയും വൃത്തിയുടെയും മതമാണിത്. അവിടെ പല്ല് തേക്കാൻ ഒരു പിശുക്കും കാണിക്കണം. 5 നേരം നിസ്കരിക്കുമ്പോൾ ഒന്നുണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് പല്ല് തേക്കാൻ നോമ്പ് ഒരിക്കലും തടസ്സമല്ല എന്നാണ്. അതേപോലെ തന്നെ പിന്നെ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണെന്ത്, നമ്മൾ രാത്രി പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു, പ്രഭാതമാകുന്ന സമയത്ത് സുബൈ ബാങ്കിന് ശേഷം നമ്മൾ ജമാഅത്തോട് പിന്നെ ജനാബത്തോടുകൂടെ വലിയ അശുദ്ധിയോടുകൂടെ നേരം പുലരുന്നത് ഒരു പ്രശ്നമില്ലാന്നാണ്. അന്ന നബിയ കാന യുദ്രിക്കുഹു അൽ ഫജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രഭാതമായിരുന്നു. വഹുവ ജുനുബുൻ, ജനാബത്തുകാരനായിക്കൊണ്ട് ബാങ്ക് കൊടുത്ത് നബി ഉണർന്നിരുന്നു. മിൻ അഹ്ലിഹി സുമ്മ യഖ്തസിലു വഹു യസൂം. ബുഖാരിന്റെ ഹദീസ്. പിന്നെ നബി സുബൈ കഴിഞ്ഞിട്ട് കുളിക്കും, നോമ്പ് നോൽക്കും. അപ്പൊ ആൾക്കാരുടെ സംശയം എന്താ വെച്ചാൽ ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ നോമ്പ് തുടങ്ങിയില്ലേ, അപ്പൊ നോമ്പ് തുടങ്ങുമ്പോൾ ജനാബത്ത് കുളിച്ചിരിക്കണമല്ലോ എന്നാണ്. വേണ്ടാന്ന്. നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. അതിന്റെ മുമ്പ് രാത്രി ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടുള്ള കുളി സുബൈക്ക് ശേഷമായാലും വിരോധമില്ല എന്നാണ്. ആളുകൾ എന്താ ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ഇത്തരം ബന്ധപ്പെടലുകളും കാര്യങ്ങളൊക്കെ സങ്കീർണമാകുമ്പോൾ അത് ജീവിതത്തിൽ ഒരു പ്രയാസമായി കാണുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് പടച്ചം വെച്ചിട്ട് സഹോദരങ്ങളെ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല, എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ആളുകൾ സംശയം ചോദിക്കേണ്ട കാര്യമാണ്, കഠിനമായ ജോലി കാരണം നോമ്പ് ഒഴിവാക്കാൻ പറ്റും? കഠിനമായ ജോലി സഹോദരനെ പറ്റൂലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ജോലിയുടെ കാഠിന്യം കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു ഫത്വയായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്, ലാക്കിൻ ഇതാ ലഹിക ബിഹി മശക്കത്തുൻ അലീമ. എന്ത് കഠിന ജോലിയാണെങ്കിലും അവൻ നോമ്പ് നോക്കണം. പക്ഷെ നോമ്പ് നോറ്റ് ജോലിയിൽ ഏർപ്പെട്ട സമയത്ത് നോമ്പ് മുഴുവനാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു അപകടകരമായ ക്ഷീണം അവൻ കണ്ടാൽ ഇൽതറതുഹു ഇലൽ ഇഫ്താർ, നോമ്പ് മുറിച്ചേ പറ്റൂ എന്ന നിലക്കുള്ള ക്ഷീണമോ വല്ല ബോധക്ഷയങ്ങളോ കണ്ടാൽ അസ്നാ നഹാർ, പകലിന്റെ സമയത്ത് കാണുകയാണെങ്കിൽ ഫൈനഹു യുഫ്തിറു. അപ്പൊ അവന്റെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവന് നോമ്പ് മുറിക്കാം. പക്ഷേ ആ ബിമാ യദ്ഫഉൽ മശക്ക, എന്നാലും പണ്ഡിതന്മാരെ സൂക്ഷ്മത കാണിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പത്തെ ക്ഷീണം മാറാൻ അവന് വെള്ളം കുടിക്കാം.
അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുക, അപ്പൊ അവന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ എങ്കിലും ഒരു നോമ്പുകാരനെ പോലെ സുമയുംസിക്കുയിലുള്ള ഉറൂബ്, വൈകുന്നേരം വരെ അവൻ നോമ്പുകാരനെ പോലെ നിൽക്കണമെന്നാണ്. എന്നിട്ട് ജനങ്ങളൊക്കെ നോമ്പ് തുറക്കും, അവൻ നോമ്പ് തുറക്കണം. എന്താണ് അതിന്റെ പറയാൻ കാരണം? ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ല. സഹോദരങ്ങൾ, എല്ലാ ജോലിക്കും പ്രയാസമല്ല. ഏത് ജോലിക്കാ പ്രയാസമില്ലാത്തത്? ഇപ്പൊ ജോലിന്റെ പ്രയാസം ആലോചിച്ച് നോമ്പ് നോൽക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നോമ്പിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എത്ര കഠിനമായ ജോലിയാണെങ്കിലും നോമ്പ് നോറ്റ് വെക്കണം എന്നാണ്. നിവൃത്തില്ലാതെ വന്നാൽ നോമ്പ് മുറിക്കുക, പക്ഷേ ആ നോമ്പ് മറ്റൊരിക്കൽ അവൻ നോറ്റ് കൂട്ടണം എന്നാണ്. അതുകൊണ്ട് പലപ്പോഴും ഗൾഫിലും നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഈ കാര്യത്തെ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്ത് കാണാറുണ്ട്. ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു അഭിപ്രായമായി അത് കാണുന്നു. അതേപോലെ സഹോദരങ്ങളെ, പ്രായമായവരുടെ നോമ്പിനെ കുറിച്ചാണ് അത്. നസലത്ത് റുഖ്സത്തുൻ ഫിൽ കിബരി വൽ മർഅത്തിൽ കബീറ. പ്രായമായ സ്ത്രീ, പ്രായമായ പുരുഷൻ, ഇവർക്ക് റുഖ്സ അള്ളാഹു തന്നിട്ടുണ്ട്. വഹുമാല യുത്തിഖാനി സിയാം, അവർക്ക് രണ്ടുപേർക്ക് നോമ്പ് നോൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അൻയുഫ്തിറ വയുത്ഇമ അൻ കുല്ലി യൗമിൻ മിസ്കിന, അതിന് പകരമായി എല്ലാ ദിവസത്തെയും ഒരു നോമ്പിന് പകരം ഒരു മിസ്കിന്റെ ഭക്ഷണം കൊടുക്കണം. ഖുർആനിലുമുണ്ട്. ഞാൻ ഇപ്പോൾ വായിച്ചത് ഇമാം ബുഖാരിന്റെ ഹദീസാണ്. രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നോമ്പ് നഷ്ടപ്പെടുത്താം, പക്ഷേ അത് പിന്നീട് നോമ്പ് നോറ്റ് വീട്ടണം. സഹോദരങ്ങളെ, ഗർഭിണികളെയും അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം കൽ മരീദില്ലദീ യുർജാ ബുർഉഹു ഇദാ അഫ്തറ, നോമ്പ് മുറിച്ച് പിന്നെ രോഗം സുഖമായാൽ നോമ്പ് നോറ്റ് വീട്ടുന്ന രോഗിയെ പോലെയാണ് അവർ ഈ സമയം കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യകരമായി നോമ്പ് നോൽക്കാവുന്ന അവസ്ഥ വരും. അപ്പോൾ അവർ നോറ്റ് വീട്ടണം എന്നാണ് ശരിയായ നിയമം. പിന്നെ ചില ആളുകളൊക്കെ അലല്ലദിനെ യുത്തീക്കുനഹു, വളരെ ബുദ്ധിമുട്ടി മാത്രം എന്ന് പറയുന്ന ഖുർആന്റെ പ്രയോഗത്തിൽ ഉൾപ്പെടുത്തി മേൽക്കുമേൽ നിരന്തരമായ പ്രസവങ്ങൾ, ക്ഷീണങ്ങളൊക്കെ വന്ന് നോറ്റ് വീട്ടാൻ കഴിയാത്ത വിധം നോമ്പുകൾ കുന്നുകൂടി കഴിഞ്ഞാൽ, കൂടുതൽ ഭാരമായി തോന്നിയാൽ അവർക്ക് പ്രായശ്ചിത്തം അനുഭവിച്ചവരുണ്ട്. പക്ഷേ ഏറ്റവും സൂക്ഷ്മത അവർ നോമ്പ് നോറ്റ് വീട്ടുന്നത് തന്നെയാണെന്ന്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പിന്നെ നോമ്പ് നോറ്റ് വീട്ടാൻ ഈ വർഷത്തിൽ വൈകിയാൽ, അതായത് ഇപ്പൊ കഴിഞ്ഞ റമദാൻ ഇന്ന് അവസാനിക്കാൻ, ഇപ്പൊ ഇന്ന് വരെയും കഴിഞ്ഞ നോമ്പുകൾ നോറ്റ് വീട്ടാത്തവരുടെ വിധി എന്താണ്? ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, അങ്ങനത്തെ ആളുകൾ പ്രായശ്ചിത്തവും കൊടുക്കണം, നോറ്റ് വീട്ടും വേണം. പക്ഷേ അത് വേണ്ടെന്നാണ് ആധികാരികമായ തെളിവടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏറ്റവും നല്ലത് കാന യകൂന അലൈഹി സിയാം മിൻ റമളാൻ ഫലാ അസ്തതി വ നഖലിഹു ഇല്ലാ ഫി ശഅബാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ബുഖാരിന്റെ ഹദീസ്, എനിക്ക് പലപ്പോഴും ഷഅബാൻ മാസത്തിലെ എന്റെ നോമ്പ് നോറ്റ് വീട്ടാൻ എനിക്ക് സാധിക്കാറുള്ളൂ. അപ്പൊ അപ്പോഴെങ്കിലും നോറ്റ് വീട്ടിയിരിക്കണം. നോറ്റ് വീട്ടാതിരിക്കുന്നത് കുറ്റകരമാണെന്നാണ് ഹദീസ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ നോമ്പ് ഇന്നത്തോടുകൂടെ പൂർത്തിയാകാതിരിക്കുന്നത് കുറ്റകരമാണ്. പക്ഷേ അതോടൊപ്പം അതിനെന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത റമദാനിൽ, അടുത്ത ഈ റമദാനിന് ശേഷം അത് നോറ്റ് വീട്ടുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ അപൂർവമായി കുറെ കാര്യങ്ങൾ പറയേണ്ട, അപൂർവമായി കാണുന്നതാണ് ചില സ്ത്രീകൾ അവരുടെ ഈ ആർത്തവം റമദാനെന്ന് ഒഴിവാകാൻ വേണ്ടി ഗുളികകൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ വിധിയെക്കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആർത്തവം വരാതിരിക്കുവാനുള്ള മരുന്ന് കഴിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് സൂക്ഷ്മയുടെ അടിസ്ഥാനത്തിൽ അയാൾ മരുന്ന് കഴിച്ചൊരു കുഴപ്പമില്ല, പക്ഷേ മരുന്ന് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യത്തിന് കൃത്രിമമായൊരു മുടക്കം നിൽക്കുന്നത് പലപ്പോഴും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് നോമ്പ് ഒരു മാസം നിശ്ചയിച്ച പടച്ചോനെ അറിയാമല്ലോ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന്. അതുകൊണ്ട് അവർക്ക് അള്ളാഹു ഇളവ് കൊടുത്തിട്ട് മറ്റൊരിക്കൽ നോറ്റ് വീട്ടാൻ, അതുകൊണ്ട് നഷ്ടപ്പെടുന്ന നോമ്പ് നഷ്ടപ്പെട്ട് അത് പിന്നീട് നോറ്റ് വീട്ടുന്നതാണ് കൂടുതൽ സൂക്ഷ്മതക്കും ആരോഗ്യത്തിനും നല്ലത് എന്ന് നിർദ്ദേശിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഈ വിധികൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഖുത്ബകളാണ് പലപ്പോഴും അവലംബം. അതുകൊണ്ട് നാളെ മുതൽ തന്നെ അതിന്റെ മര്യാദകൾ ശരിയായ അർത്ഥത്തിൽ നിർവഹിച്ച് മുന്നോട്ട് പോകാനാണ്. സങ്കീർണമായ നാട്ടാചാരങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ നോമ്പിനെ കുറിച്ചുള്ള ആ നല്ല കാഴ്ചപ്പാടും നോമ്പിന്റെ ആസ്വാദതയും നഷ്ടപ്പെടുത്താതിരിക്കുക, പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാനും ആരാധനകൾക്കും കൂടുതൽ ചൈതന്യം ലഭിക്കുന്ന റമളാൻ നാളെ മുതൽ ഏറ്റവും ചൈതന്യവത്തായ, ഏറ്റവും ആസ്വാദകരമായ, ജീവിതത്തിൽ ഇന്നേ വരെ കഴിഞ്ഞുപോയ റമളാനിനേക്കാളും നമ്മുടെ പാപങ്ങളെ മുഴുവനും കഴുകിക്കളഞ്ഞ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് അള്ളാഹു ഓരോ രാത്രിയും നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന ലിസ്റ്റ് ഈ റമളാനിൽ തയ്യാറാക്കുമ്പോൾ അതിലുൾപ്പെട്ട് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ റമളാനിൽ നോമ്പ് നോറ്റവർക്ക് മാത്രം കൊടുക്കുന്ന ആ സ്വർഗ കവാടം ലം യദ്ഖുലുഹു അഹദുൻ ഗൈറുഹു, വേറെ ആർക്കും കടക്കാൻ അനുവാദമില്ലാത്ത സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമ്മളെ കടത്തിവിടാൻ പര്യാപ്തമാകുന്ന റമളാനായി ഈ റമളാൻ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. റമദാനിൽ വളരെ പ്രാധാന്യപൂർവ്വം, ഇത് നോമ്പിന്റെ അതേ പ്രാധാന്യത്തോടെ തന്നെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി നമസ്കാരം. പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളും രാത്രി നമസ്കാരത്തെക്കുറിച്ചുണ്ട്. ചില ആളുകൾക്ക് റക്അത്തിന്റെ എണ്ണത്തിലാണ്. ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ, ഒരു സംശയവും വേണ്ട. പല ആളുകളും പറയാറുണ്ട് ഹറമിൽ അങ്ങനെയല്ലേ, എവിടെ എങ്ങനെയാണെങ്കിലും സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ എത്ര നിസ്കരിച്ചോ അതാണ് ഒരു വിശ്വാസിക്ക് ഇഷ്ടം. അബൂ സലമ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, കൈഫ കാനത്തു സ്വലാത്തു റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു ഫീ റമളാന, റമളാനിൽ. കാലത്ത് ആയിഷ റളിയല്ലാഹു പറഞ്ഞു, മാ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി
റമദാനിലും അല്ലാത്ത കാലത്തിലും നബി വർദ്ധിപ്പിച്ചിട്ടില്ല അല 11 റക്അ 11 റക്അത്തിലേറെ. ബുഖാരിന്റെ ഹദീസാണ്. ഇതേ പേര് കൊടുത്ത അധ്യായത്തിലാണുള്ളത് സഹോദരങ്ങളെ. പിന്നെ വർദ്ധിപ്പിക്കുന്നവർക്കുള്ള ന്യായം എന്താണ്? നബിക്ക് ആയിഷ ബീവി മാത്രമല്ലല്ലോ ഭാര്യ, വേറെയും ഭാര്യമാരില്ലേ? ആ ഭാര്യമാരെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ? സഹോദരങ്ങൾ, അതിനൊക്കെ ഇത് തെളിവ്, നമ്മുടെ നിഗമനങ്ങളല്ലാതെ തെളിവ്. പിന്നുള്ളത് എന്താ വെച്ചാൽ മസ്ന രാത്രി നമസ്കാരം ഈ രണ്ടാണ്. ഇദാ ഖശിയ അഹ്ദുക്കും അസ്സുബ്ഹ്, പ്രഭാതമാകുമെന്ന് ആരെങ്കിലും ഭയപ്പെട്ടാൽ സ്വല്ല റക്അത്തൻ വാഹിദ, വേഗമൊരു റക്അത്ത് നിസ്കരിക്കുക. തൂത്തുലഹു മാഖദ് സ്വല്ല, അതുവരെ നിസ്കരിച്ചത് വിത്രാക്കാണ്. അപ്പൊ അതൊന്നും എത്രയും നിസ്കരിക്കാന്നല്ലേന്നാണ്. എത്രയും നിസ്കരിക്കാന്നാണെങ്കിൽ സഹോദരങ്ങൾ, ഒരു ദിവസത്തിൽ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു റസൂൽ 11 നിസ്കരിച്ചില്ലെങ്കിൽ അത് മതി. അതാണ് എനിക്കിഷ്ടം. ഒരു വിശ്വാസി പറയേണ്ട വാക്കാതാണ്.